ബിറ്റ്കോയിനിൽ നെക്സ്റ്റ് വീക്കിൽ നോക്കി വെക്കേണ്ട മേജർ ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ബിറ്റ്കോയിന്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ ചാർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ കറണ്ട് നിൽക്കുന്ന മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ്. പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയുള്ള മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തതിന് ശേഷം ജസ്റ്റ് പ്രൈസ് ഒന്ന് പ്രൊജക്ഷൻ കിട്ടിയാണ്. കറന്റ് ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്കുള്ളിൽ തന്നെയാണ് കറന്റ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയയുടെ താഴെ ഇടയിൽ മുകളിലോ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാലാണ് പ്രൈസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ താഴെയാണ് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല ഇതിന്റെ മേളിലാണ് നമുക്ക് പ്രൈസ് ക്ലോസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു ചെറിയൊരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഏരിയ വരുന്ന ഓൾമോസ്റ്റ് ഒരു 74,872 മുതൽ 69,000 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചാണ്. അതുപോലെ ഞാനിവിടെ ബിറ്റ്കോയിന്റെ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷോർട്ട് ടൈമിൽ നോക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അത് ഓൾമോസ്റ്റ് വരുന്നത് 72,990 മുതൽ 71,526 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചാണ്. ഇത് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു മൊമെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബിറ്റ്കോയിനിൽ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ. ഇതൊന്ന് നോക്കി വെച്ചേരാം.